കേരള സംഗീത നാടക അക്കാദമി ലളിത സംഗീത വിഭാഗത്തിൽ 2024 പുരസ്കാരത്തിന് അർഹമായിരിക്കുകയാണ് കോട്ടയം ആലീസ്. അമൃത ന്യൂസിനോട് കോട്ടയം ആലീസ് ഈ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം മാഡം. ആദ്യം തന്നെ ഈ പുരസ്കാരം ലഭിച്ചതിനുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പുരസ്കാര നേട്ടത്തെക്കുറിച്ച് മാഡത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഞാൻ 51 വർഷമായി ഈ ഗാനമേള രംഗത്തും സംഗീത രംഗത്തൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തിരുന്നു കുറച്ച്. ആ സമയത്ത് എനിക്ക് അമൃത TV-യിൽ പാടാം നേടാം പണം നേടാം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഞാൻ ചെയ്തിരുന്നു. അപ്പം അതിലെ ടൈറ്റിൽ വിന്നറായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇഷ്ടംപോലെ പ്രോഗ്രാം, പിന്നെ ഞാൻ അവിടെ ചെയ്ത ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ചെയ്ത ധ്യാന ശ്ലോകത്തിൻ്റെയൊക്കെ എപ്പിസോഡൊക്കെ കണ്ടതിന് ശേഷം ഒരുപാട് പ്രഭാഷണങ്ങൾ, അങ്ങനെ എൻ്റെ ഒരു കരിയറിനെ മാറ്റി മറിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു അമൃതയുടെ പാടാം നേടാം പണം നേടാം. അപ്പോൾ അതെനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് അമൃത TV-യോട്. അതുപോലെ തന്നെ ഈ അവാർഡ് കിട്ടിയതിലും വളരെ സന്തോഷം. എന്നെ പരിഗണിച്ചതിൽ എൻ്റെ സമയം ഇപ്പോഴായിരിക്കും വന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതലേ ഈ സംഗീതത്തോടുള്ള മാഡത്തിൻ്റെ ഒരു താല്പര്യം അത് എങ്ങനെയായിരുന്നു വളർന്ന് ഇത്രയും ഒരു പുരസ്കാരം നിറവിലെത്തിയത്? വളരെ ചെറുതിലേ ഞാൻ പാടുമായിരുന്നു. അങ്ങനെ സ്കൂളിലൊക്കെ എല്ലാ കോമ്പറ്റീഷനും പങ്കെടുക്കുമായിരുന്നു, പ്രൈസ് കിട്ടുമായിരുന്നു. അങ്ങനെ വളർന്നു വന്നിട്ട് ഞാൻ CMS-ൽ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ തരംഗനശ്ശേരി സ്കൂളിലും തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വെച്ച് ഗാനപ്രവീണ കഴിഞ്ഞ ആളാണ് ഞാൻ. 94-ൽ ഞാൻ ഒത്തിരി നാടകങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആൽബം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 94-ൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് പ്രൊഫഷണൽ നാടകത്തിൻ്റെ മത്സരത്തിൽ. അങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറേയധികം അമച്വറായിട്ടുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പുരസ്കാരം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്നത്. മാഡം, തീർച്ചയായിട്ടും സംഗീത ലോകത്ത് ഇങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുരസ്കാരം മാഡത്തിന് ലഭിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും വാക്കുകൾക്കപ്പുറം ഒരു ഗാനമാണ് ആദ്യമായി ചോദിക്കുന്നത്. ഒന്ന് പാടാമോ? അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പാടാൻ ഞാൻ പറഞ്ഞാൽ എനിക്കെപ്പോഴും എൻ്റെ നാവിലുള്ളതും ഞാനിപ്പോഴും ഒരു 10-20-25 വർഷമായിട്ടും പാടിക്കൊണ്ടിരിക്കുന്നൊരു പാട്ടെന്ന് പറയുന്നത് സത്യം ശിവം സുന്ദരം ആണ്. അപ്പം അത് ഗാനമേളയ്ക്ക് ആദ്യവും ഞാനതാ പാടുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടുപേരും വേണേൽ പാടാം. ഈശ്വര സത്യ സത്യ शिव शिव ही सुंदर जागो ठकर देखो जीवन ज्योत जागर है सत्यम शिवम सुंदरम सत्यम शिवम सुंदरम सत्यम शिवम सुंदरम सुंदरम आ आ सत्यम शिवम सुंदरम. ഈ പുരസ്കാരങ്ങൾ ആദ്യമല്ല തേടിയെത്തുന്നത്, മുൻപ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ പുരസ്കാരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? അതെന്തൊക്കെയായിരുന്നു എന്നുള്ളത്? 94-ലെ കേരള സ്റ്റേറ്റ് അവാർഡിൻ്റെ പ്രൊഫഷണൽ നാടകങ്ങളുടെ അതിൽ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാനാ ഗാലപ്പോൾ അവാർഡ് കുറേ വർഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറേ അമച്വറായിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് എനിക്ക് ഓർമ്മയിലൊന്നും വരുന്നില്ല. ഒരുപാട് ഇപ്പം ഞാനിപ്പോൾ പ്രഭാഷണം തുടങ്ങിയതിന് ശേഷം തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഗാനത്തിൽ നിന്നും പ്രഭാഷണ രംഗത്തേക്ക് ഒരു ചുവടുമാറ്റം നടത്തിയെന്ന് പറയുന്നു. അതിനൊരു പ്രചോദനം എന്തായിരുന്നു? അതിനുണ്ടായ പ്രചോദനം എന്ന് പറയുന്നത്, ഞാൻ ഈ അമൃത TV-യിൽ അന്നത്തെ എപ്പിസോഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇപ്പോഴും ഈ പ്രായത്തിൽ പാടുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും MG ശ്രീകുമാർ എൻ്റെ എപ്പിസോഡിൻ്റെ ജഡ്ജായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ടും പാടാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു 10-18 വർഷമായിട്ട് ഇങ്ങനെ ലളിതാ സഹസ്രനാമം ഞാൻ ഉപാസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് നിരന്തരം ഇങ്ങനെ ചൊല്ലുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ വോക്കൽ കോഡിനൊന്നും പ്രശ്നമില്ലാതെ മനോഹരമായിട്ട് പാടാൻ സാധിക്കുന്നതെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അത് പാട്ടുകാർക്കൊരു നല്ലൊരു അറിവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ എപ്പിസോഡിൽ തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകമൊക്കെ ചൊല്ലിയായിരുന്നു.
അതങ്ങ് വൈറലായപ്പോഴത്തേക്കും ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ഒന്ന് പ്രഭാഷണം ചെയ്യാമോ എന്ന് ചോദിച്ചു. ആദ്യം ഇതിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതിപ്പോൾ ഞാൻ നിരന്തരം, എനിക്ക് തോന്നുന്ന ഗാനമേളയെക്കാളും കൂടുതൽ ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കുറേ പാട്ടുകളും പാടും പ്രഭാഷണം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രത്യേക രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് അതിൻ്റെ അർത്ഥം സഹിതം എല്ലാം സംസാരിക്കും. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാര്യം ആധ്യാത്മികത എന്ന് പറയുന്നത് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ഒരാൾക്കും പറ്റുന്നൊരു കാര്യമല്ല. അതിനെക്കുറിച്ചൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു പക്ഷേ അതും ഈശ്വരൻ തന്ന ഒരു ഗിഫ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലേതാണ് കൂടുതൽ മെച്ചമെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒന്ന് കലയും ഒന്ന് ആത്മീയവുമായ ഒരു മേഖലയുമാണ്. എങ്കിലും സംഗീതത്തിൽ ഇരിക്കുമ്പോഴാണോ പ്രഭാഷണം നടത്തുമ്പോഴാണോ മേഡത്തിന് കൂടുതൽ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗാനമേള എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു നല്ല വേദികളിൽ നല്ല പാട്ടുകൾ പാടാനുള്ള അവസരമില്ല. ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അവർ 2-3 പാട്ടിന് ഡാൻസ് ചെയ്യാൻ വരുന്നവരാണ്. അപ്പം നമ്മൾ ഞാൻ പ്രത്യേകിച്ചും മെലഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മെലഡി സിംഗറാണ് ഞാൻ. പക്ഷേ എല്ലാ രീതിയിലുള്ള പാട്ടുകളും ഞാൻ പാടും. ഞാനൊരു വേഴ്സറ്റൈലായിട്ടുള്ളൊരു സിംഗറായിട്ട് സ്റ്റേജിൽ വന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം മെലഡി പാടാനാണ്. പക്ഷേ ഒരു മെലഡി പോലും സ്റ്റേജിൽ പാടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പ്രോഗ്രാം ചെയ്യാൻ. പക്ഷേ എൻ്റെ പ്രോഗ്രാം കൂടുതലും ഞാൻ മെലഡിയാണ് ചെയ്യാറില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി കുറച്ച് ഓഡിയൻസേ ഉള്ളെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രഭാഷണങ്ങൾക്ക് ആളുകൾ വളരെ ഗാനമേളയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും എൻ്റെ മാനസികമായ സന്തോഷം, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ സത്യത്തെ എനിക്ക് മറ്റുള്ളവരോട് പറയുമ്പോഴുള്ള സന്തോഷം, അത് ഗാനമേള ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കതിന് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുമുണ്ട്. കാര്യം ഞങ്ങൾക്ക് വേണ്ടിയും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, അമൃത ചാനലിന് വേണ്ടിയും. അതിലും സന്തോഷമുണ്ട്. അപ്പോൾ അമൃത ന്യൂസിന് വേണ്ടി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. മറ്റൊന്ന്, ഇനി ഈ ഒരു ഗാനമേഖലയിലായാലും അതേപോലെ പ്രഭാഷണ മേഖലയിലായാലും പുരസ്കാരങ്ങളൊരു പ്രചോദനമായി മേഡത്തെ തേടി ഇനിയും എത്തട്ടെ. പ്രദീപ് വാളത്തിങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.